മന്ത്രി ഗണേഷും ചാണ്ടി ഉമ്മനും തമ്മിൽ ഇന്നലെ കുറച്ച് സംഭാഷണം നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗണേഷ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ട് പറയാൻ പാടില്ല. ഒന്ന്, ഗണേഷ് ഇപ്പോൾ മന്ത്രിയാണ്. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഉമ്മൻചാണ്ടി ചതിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നാമത്, ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കേസുണ്ട്. എല്ലാവർക്കും, കേരളത്തിലെ മുഴുവൻ അരി ആഹാരം കഴിക്കുന്നവർ കേട്ടിട്ടുള്ളൊരു കേസാണ്. സരിതയുമായി ബന്ധപ്പെടുത്തി, ഗണേശനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില കേസുകളും ചില അവിഹിതമായ ബന്ധങ്ങളും ഒക്കെ നമ്മൾ നന്നായി കേട്ടിട്ടുണ്ട്. ഗണേഷിൻ്റെ വീട്ടിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ഫലമായി ഒരു ഫോട്ടോ, അതിപ്പോഴുണ്ട്, പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്ര സജീവമല്ല. ആ കാലത്ത് ഗണേഷിനൊരു തല്ല് കിട്ടുന്ന ഒരു ഫോട്ടോ, മുഖം ഇങ്ങനെ തല്ല് കിട്ടി വീങ്ങിയിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എവിടെ നിന്നാണ് ഈ തല്ല് കിട്ടിയത്? യാമിനി തങ്കച്ചി എന്ന് പറയുന്ന സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോൾ തന്നെ അവരുമായി വലിയ വിഷയത്തിലേക്ക് പോയി, വളരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കിയ വ്യക്തിത്വമാണല്ലോ ഗണേഷ്. സഹോദരിയുമായി പ്രശ്നമായി, സ്വത്തിൻ്റെ പേരിൽ അളിയനുമായി പ്രശ്നമായി, സഹോദരിമാരുമായി പ്രശ്നമായി. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരാൾ വന്നിപ്പോൾ പെട്ടെന്ന് വന്ന് ഉമ്മൻചാണ്ടി ചതിച്ചു, അല്ലെങ്കിൽ അന്നേ ഞാൻ മന്ത്രിയാകേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരെയും ജീവിതത്തിൽ ചതിച്ചിട്ടുള്ളതായിട്ടോ, അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടറല്ല. ഞാൻ ഉമ്മൻചാണ്ടിയുടെ വക്താവുമല്ല, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്ന ആളുമല്ല. പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാക്ക് കൊടുത്താൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം വേറൊരു തരത്തിലുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി പറ്റിച്ചു എന്ന് ഗണേഷ് പറയുന്നതും ആ ഭാഷയുമൊക്കെ വളരെ അരോചകമാണ്, അശ്ലീകരമാണ്, അസമയത്താണ്, അപ്രസക്തമാണ്. എന്താണ് ഇപ്പോഴതിൻ്റെ ഒരു പ്രസക്തി? ഈ സമയത്ത് അങ്ങനെ ഒരു കാര്യം എയറിലെടുത്ത് എറിയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഉമ്മൻചാണ്ടി മരിച്ചു, പിന്നെ ഗണേഷ് മന്ത്രിയായി, കാലം ഒരുപാട് പോയല്ലോ. ഗംഗയാറിലെയും പമ്പയാറിലെയും ഒക്കെ വെള്ളം ഒരുപാട് ഒഴുകി. പിന്നെന്തിനാണ് വീണ്ടും ഇപ്പോൾ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് പരിപാടിയുമായിട്ട് ഗണേഷ് വന്നത് എന്നറിയില്ല. ഈ സാത്താൻ്റെ വിളയാട്ടം കൊണ്ട് ഏതെങ്കിലും ചിലപ്പോൾ നാവിന് എപ്പോഴാണ് എന്താണ് ഓരോ മനുഷ്യരും പറയുക എന്നറിയില്ല. എന്തായാലും ഗണേഷിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അപമതിപ്പിക്കൽ വളരെ വലിയ തോതിലാണ് പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുള്ളത്. പൊതുസമൂഹം ഗണേഷിൻ്റെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. കാരണം നമുക്ക് നമ്മുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ പ്രവൃത്തി ശുദ്ധമാണെങ്കിൽ നമുക്ക് മറ്റൊരാളിനെ കുറ്റം പറയാം. പക്ഷെ നമ്മൾ തന്നെ കൈയില്ലാത്ത നമ്മളെങ്ങനെയാണ് വിരലില്ലാത്ത ഒരാളിനെ കുറ്റം പറയുന്നത്? അതൊരു സുഖകരമായ കാര്യമല്ല. അപ്പോൾ ഒരുപാട് ഷെയ്ഡി ക്യാരക്ടറാണെന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് ശരിയായിരിക്കില്ല. ചിലപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചിലപ്പോൾ നിരപരാധിയായിരിക്കും, അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അഴിമതിക്കാരനല്ല, ഒരു കാരണവശാലും അഴിമതിക്കാരനല്ല. അദ്ദേഹം അഴിമതി ഉണ്ടാക്കുന്ന ആളെയല്ല. കാരണം 8 or 10 ചേസ് വാങ്ങും, ബസ്സിൻ്റെ ചേസ് വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലും ഗവൺമെൻറ്റിന് കൊടുത്ത് സ്വന്തമായിട്ടൊന്നും എടുക്കാതെ വലിയ ഒരു അഴിമതി ഇല്ലാതെ KSRTC ഒക്കെ കൊണ്ടുപോകുന്ന വനവകുപ്പിലിരുന്നപ്പോഴും ഒരു അഴിമതിയില്ലായിരുന്നു. അത് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ക്ലീൻ ഇമേജാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. ആ പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരു പൊതുബോധം നിൽക്കുന്നിടത്ത് വീണ്ടും അതിനെയൊക്കെ കുത്തിത്തിരിച്ച് എടുത്തുകൊണ്ടുവന്ന് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നില്ല. ഗണേഷ് കുമാർ അത് ചെയ്യേണ്ടിയിരുന്നില്ല. അത് മറക്കുക, അത് കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയാവാൻ പറ്റിയില്ല, പിന്നെ പുതിയ മന്ത്രിയായി. ഇനി പഴയത് എന്നെ അന്ന് മന്ത്രിയാക്കാൻ പറ്റാത്തത് ഉമ്മൻചാണ്ടി എന്നെ ചതിച്ചതാണ്, പറ്റിച്ചതാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സാങ്കത്യമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നാമത്തെ പ്രശ്നം, ആൾ ജീവിച്ചിരിപ്പില്ല. മരിച്ചുപോയ ഒരാൾ മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാനും കഴിയില്ല. മകനാണിപ്പം വന്ന് മറുപടി പറഞ്ഞിരിക്കുന്നത്, ചാണ്ടി ഉമ്മനാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് പപ്പ ആരെയും ചതിച്ചിട്ടില്ല. അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുകയും ചിലത് ഒഴിവാക്കുകയും അവോയ്ഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി ഉള്ളവരാകുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ ഇനി ഒരിക്കലും ഗണേഷിന് മന്ത്രിയാകാൻ പറ്റാത്ത രീതിയിൽ വേറൊരു പിടിച്ച് ജയിലിലൊക്കെ ഇട്ട് വല്ലാത്ത കേസുമൊക്കെ ആയി ഇനി മത്സരിക്കാനേ പറ്റാത്തൊരു സാഹചര്യം വന്നെങ്കിലും ഒക്കെ ആ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. പക്ഷേ അതിനുശേഷം മത്സരിച്ചു, MLA ആയി, മന്ത്രിയായിട്ട് നല്ല ഷൈൻ ചെയ്തു, പെർഫോമൻസ് ഉണ്ടാക്കി. ഇറങ്ങാൻ സമയത്ത് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നാമത് അതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്?
ഇതുപോലെ തന്നെ അദ്ദേഹം സുരേഷ് ഗോപിയെ കുറ്റം പറയാറുണ്ട്. ഈ ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് ആളുകളെ കുറ്റം, സനാതന ധർമ്മത്തെ, ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് നല്ല മനുഷ്യനാണ്. ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ അദ്ദേഹത്തിന് ഒരു ലൈസൻസും ഇല്ല. നാവിന് ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും മന്ത്രി പറയാറുണ്ട്. അത് ഒന്ന് ഒഴിവാക്കേണ്ടതാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പോലുള്ള ഒരാളൊക്കെ വലിയ സംഭാവന കേരളത്തിന് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. വലിയ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒരാളായിട്ടാണ് ഉമ്മൻചാണ്ടിയൊക്കെ നിൽക്കുന്നത്. മാത്രമല്ല സരിത വിഷയമായി, സോളാർ വിഷയവുമായി ബന്ധപ്പെടുത്തി അവസാന ലാപ്പിൽ ഉമ്മൻചാണ്ടി രക്ഷപ്പെടുകയും ചെയ്തു. ആ കേസിൽ ഉമ്മൻചാണ്ടിയെ ശിക്ഷിക്കുകയോ ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരും കരുതുകയും ചെയ്യുന്നില്ല. ആ രീതിയിൽ ഉമ്മൻചാണ്ടി നിരപരാധിയായിട്ടും തെളിയിക്കപ്പെട്ടൊരു കേസിൽ തീർച്ചയായിട്ടും ഗണേഷിൻ്റെ ഈ ഒരു പ്രയോഗവും വർത്തമാനവും ശരിയായില്ല. അത് ഒഴിവാക്കേണ്ടതായിരുന്നു, 100% ഒഴിവാക്കേണ്ടതായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറയേണ്ടത്, ഇത് ഗണേഷ് കുമാർ കൃത്യമായി സരിത ഇതിനിടയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഗണേഷ് കുമാർ ചതിച്ചു. ആദ്യം ചതിച്ചു എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത് ഈ ഇടയ്ക്കും സരിത വന്ന് പറഞ്ഞു ഗണേഷ് കുമാർ ചതിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും നമുക്ക് ഈ പൊതു സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ഇതൊന്നും ദഹിക്കുന്നതല്ല. ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നു, നേരത്തെ വരുന്നു, ഇപ്പോൾ വരുന്നു, കാര്യങ്ങൾ പറയുന്നു. അപ്പോഴൊക്കെ ഈ ഗണേഷ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിത്വം ഇതിൽ നിന്നൊക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി മന്ത്രിയായി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി പോകുന്നതിന് പകരം അദ്ദേഹവും കൂടി ഈ വിവാദങ്ങളിൽ ചെന്ന് പെടുന്നു, അല്ലെങ്കിൽ വിവാദങ്ങളിൽ അദ്ദേഹം ഒരു കക്ഷിയാകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. അത് ഒഴിവാക്കാമാവുന്ന ഒരു പരിപാടിയാണ്. ഒരു കാരണവശാലും അങ്ങനെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു വിഷയം എടുത്തുകൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരു സാങ്കത്യവുമില്ല, ഒരു പ്രസക്തിയുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത് ഗണേഷ് കുമാറിൻ്റെ ഒരു പക്വത കുറവായി തന്നെ നമുക്ക് പൊതുബോധത്തിൽ നിൽക്കുന്നവർക്ക് കാണേണ്ടി വരും.